ഒരു വർഷത്തിനിടെ 1700-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത മഹാരാഷ്ട്രയിൽ കടക്കിണി മൂലം ഇനി ജീവനൊടുക്കാൻ മനസ്സില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിജീവനത്തിനായി കർഷകർ നിയമസഭ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. മാർച്ച് 5-ന് 25,000 പേരുമായി നാസിക്കിൽ നിന്ന് ആരംഭിച്ച കാൽനട ജാഥ ഇന്ന് മുംബൈയിൽ പ്രവേശിച്ച് നാളെ വിധാൻസഭയിലെത്തും. വഴിയോരങ്ങളിൽ ഉണ്ടും ഉറങ്ങിയും പാട്ടുപാടിയും നൃത്തം ചെയ്തും കുറഞ്ഞത് 35 കിലോമീറ്റർ വീതം നടന്നെത്തുന്ന സംഘത്തിൽ വൃദ്ധന്മാരും സ്ത്രീകളും അടക്കമുള്ളവരുണ്ട്. മറാഠ്വാഡയിൽ നിന്നും പുനെയിൽ നിന്നും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ നിന്നുമുള്ളവർ കൂടി ഒപ്പം ചേരുന്നതോടെ റാലിയിലെ കർഷകരുടെ എണ്ണം 1,00,000 കവിയുമെന്നാണ് സംഘാടകരായ അഖില ഭാരതീയ കിസാൻ സഭയുടെ പ്രതീക്ഷ. കാർഷിക കടങ്ങൾ പൂർണ്ണമായി എഴുതിത്തള്ളുക, വിളയ്ക്ക് വില ഉറപ്പുവരുത്തുക, വനഭൂമി ആദിവാസികൾക്ക് വിട്ടുകൊടുക്കുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരക്കാർ ഒത്തുചേരുന്നത്. ജനങ്ങള് വളരെയധികം ഈ ഗവൺമെന്റിന്റെ നയങ്ങളെയും എതിർത്തിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. രണ്ടാമത് പാവപ്പെട്ട കർഷകർ ആത്മഹത്യയുടെ വക്കീലിൽ നിന്നും വീണ്ടും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.